എത്രയെത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എത്രയെത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാമം സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാമത് വാക്യം ഇപ്രകാരം വായിക്കുന്നു: മകനെ, പാപികൾ നിന്നെ വശീകരിച്ചാൽ വഴിപ്പെട്ടു പോകരുത് എന്നുള്ള ആഴമായ വചനമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നത് തിന്മയുടെ വഴികളിലൂടെയും അനീതിയുടെ വഴികളിലൂടെയും പാപത്തിൻ്റെ വഴികളിലൂടെയും കടന്നുപോയി നാശത്തിൻ്റെ വാക്കിലെത്തിപ്പെടുവാൻ ഇടയാകരുതെന്നും, അങ്ങനെ പാപത്തിൽ ജീവിക്കുന്നതായ ഒരു മനുഷ്യനാൽ വശീകരിക്കപ്പെട്ടിട്ട് നാമും പാപവഴികളിലൂടെ യാത്ര ചെയ്യുന്നവരായി തീരാതിരിക്കേണ്ടതിന് നാം അവരുടെ വശീകരണ ശക്തിക്കകത്ത് അകപ്പെട്ടു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ പല സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരാം. അവിടെയൊക്കെ നമ്മെ വശീകരിപ്പാൻ വേണ്ടി, നമ്മുടെ ജീവിതം തകർത്ത് കളയുവാൻ വേണ്ടി കടന്നു വരുന്ന അനവധി വ്യക്തികൾ കണ്ടെന്നു വരാം. എന്നാൽ അവരുടെ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നാം മുൻപോട്ട് പോയില്ല എങ്കിൽ അത് നമ്മെ നാശത്തിൽ കൊണ്ട് എത്തിക്കുമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ ശിംശോൻ എന്ന് പറയുന്നതായ മനുഷ്യൻ വളരെ മാനസിക സംഘർഷാവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഒരല്പം ആശ്വാസത്തിനായി മുൻപിൽ കണ്ട, സ്നേഹിക്കുന്നു എന്ന് തോന്നിയ ആളുകളുടെ അരികിൽ എത്തിപ്പെടുകയാണ്. അങ്ങനെ അവർ നിൽക്കുമ്പോൾ തന്നെ ശിംശോൻ്റെ എതിരാളികൾ ശിംശോനെ കുടുക്കുവാൻ, ദൈവത്തിങ്കൽ നിന്ന് അകറ്റുവാൻ, തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഇല്ലാതെയാക്കി കളയുവാൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ ആ സ്ത്രീയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞത്, എങ്ങനെയെങ്കിലും ശിംശോനെ വശീകരിച്ച് അവൻ്റെ ശക്തി ഏതിൽ നിൽക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ ശക്തി കെടുത്തിക്കളയുവാൻ വേണ്ടി ഉത്സാഹിക്കണമെന്ന് പറയുകയും ആ തലത്തിൽ ശിംശോൻ്റെ അരികിൽ തന്നെ വശീകരിച്ച് തൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കെടുത്തിക്കളയുവാൻ ആഗ്രഹിക്കുന്ന ആ തന്ത്രപരമായി ശിംശോൻ്റെ അരികിൽ വന്നിരിക്കുന്ന സ്ത്രീയെക്കുറിച്ച് ശിംശോന് വേണ്ടതുപോലെ മനസ്സിലാക്കുവാൻ കഴിയാതെ പോയി ആ വശീകരണ വാക്കുകളുടെ മുമ്പിൽ, ആ വശീകരണ പ്രവർത്തികളുടെ മുമ്പിൽ ശിംശോൻ പെട്ടുപോകുകയും തകർന്നു പോകുന്നതിന് അത് കാരണമായി തീരുകയും ചെയ്തിട്ടുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വന്നാലും 18 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾക്കകത്ത് തുയത്തേര സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയുള്ളതായ ആളുകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതായൊരു വാക്ക് എന്ന് പറയുന്നത് അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്നുവാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ച് കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നൊരു കുറ്റം പറയുകയാണ്. എന്താണ് ഇസബേലിനെ നിരസിക്കുവാൻ കഴിയാത്തത്? അത്രമാത്രം ഇസബേൽ അവരുടെ ജീവിതത്തിനകത്ത് പ്രവേശിച്ച് അവരെ വശീകരിച്ച് അവൾ പറയുന്നതിനപ്പുറത്തേക്ക് നീങ്ങുവാൻ കഴിയാത്ത തലത്തിൽ അവരെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് അവൾ പറയുന്നതൊക്കെയും ഇപ്പോൾ തുയത്തേര സഭയിൽ സംഭവിക്കപ്പെടുന്നത് പോലെയുള്ള അവസ്ഥകളാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപികൾ, അനീതിയിൽ ജീവിക്കുന്നവർ, ദൈവകൃപയില്ലാത്തവർ, ദൈവത്തോടു കൂടെ വസിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ അശുദ്ധിയിലേക്കും പാപത്തിലേക്കും
തിന്മയിലേക്കും തകർച്ചയിലേക്കുമൊക്കെ കൊണ്ടെത്തിപ്പാൻ, നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ കെടുത്തിക്കളയുവാൻ, നിങ്ങളെ വശീകരണ ശക്തിയോടെ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവരുടെ വശീകരണ ലക്ഷ്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് നിങ്ങളെ തന്നെ സ്വയം സൂക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനുള്ള പ്രബോധനമാണ് ശലോമോൻ നമുക്ക് നൽകുന്നത്. ആ തലത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, പാപികൾ ഞങ്ങളെ വശീകരിച്ചിട്ട് ഞങ്ങൾ തിന്മയിലേക്കും പാപത്തിലേക്കും ഞങ്ങളുടെ ദൈവകൃപ നഷ്ടപ്പെടുത്തി അനീതി നിറഞ്ഞ ഒരു ജീവിത പശ്ചാത്തലത്തിലേക്കും കടന്നു പോകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് കഴിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.